പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രത്യാശ നൽകുന്ന സുവിശേഷം, സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അത് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾക്ക് മാത്രമേ സ്വർഗത്തിന്റെ കാര്യങ്ങൾ പറയാൻ കഴിയത്തുള്ളൂ. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരുവനായ യേശു പറയുകയാണ് സ്വർഗത്തിന്റെ കാര്യങ്ങൾ. യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കാരണം അവർ ലോകത്തിലായിരുന്നു. ലോകത്തിൽ ഇരിക്കുന്നത് കൊണ്ട് അവരുടെ ഹൃദയം കലങ്ങിപ്പോകാറുണ്ടായിരുന്നു. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. കലങ്ങിപ്പോകരുതെന്ന് പറയാൻ ഒരേ ഒരു കാരണമുണ്ട്. യേശു ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ഒരു കാരണമാണ്. യേശുവിൽ വിശ്വസിച്ചാൽ നിന്റെ ഹൃദയം കലങ്ങുകയില്ല. കാരണം സ്വർഗത്തിലേക്കുള്ള വഴി കാണിക്കുവാനാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്. ഒരു സ്വർഗമുണ്ട്, സ്വർഗത്തിലേക്ക് ഒരു വഴിയുണ്ട് എന്ന് കാണിക്കാൻ. ഈ വഴി കാണിക്കണമെങ്കിൽ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന യേശു സ്വർഗത്തിലേക്ക് കടന്നുപോയപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ ശക്തിപ്പെടുത്തുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളുടെ മേലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നാലോ നിങ്ങൾ ശക്തി പ്രാപിക്കും. ആത്മാവ് ഒരുവന് പ്രവർത്തിക്കുന്നുവെങ്കിൽ അതിന്റെ മാറ്റം നമുക്ക് കാണാൻ കഴിയും. അവൻ യഥാർത്ഥ വഴി കണ്ടെത്തും. യേശു പറഞ്ഞു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കലേക്ക് പോകില്ല. യേശു മുഖാന്തര, യേശുവാണ് ആത്മാവിനെ നമുക്ക് തന്നത്. ഈ ആത്മാവ് നമ്മുടെ അകത്തു വരുമ്പോ നമ്മൾ ആത്മീയരായി മാറാൻ തുടങ്ങും. ആത്മീയരായി മാറിയാൽ നമ്മൾ സ്വർഗീയ കാര്യങ്ങൾ അറിയാൻ തുടങ്ങും. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നവൻ, സ്വർഗത്തിൽ ഇരിക്കുന്നവൻ, സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞവൻ, സ്വർഗത്തിലേക്ക് കയറിപ്പോയവൻ, സ്വർഗത്തിൽ നമുക്കായി ഭവനം ഒരുക്കിക്കൊണ്ടിരിക്കുന്നവൻ, നമ്മെ കൊണ്ടുപോകാൻ വേണ്ടി വീണ്ടും വരുന്നവൻ, ഈ ഭൂമിയിൽ നിങ്ങൾ ഒരുങ്ങിയിരുന്നോ എന്ന് പറഞ്ഞിട്ട് പോയവൻ, ഒരേ ഒരുവനുള്ളൂ, യേശു കർത്താവ്. 10 കന്യകമാരിൽ 5 പേര് തന്റെ വിളക്കിൽ എണ്ണയൊക്കെ കരുതി മണവാളൻ വരുന്നതും കാത്തിരുന്നെങ്കിൽ, മണവാളൻ വരുന്ന ശബ്ദമുണ്ട്. ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, മഹാകാഹളനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും. എത്ര ഭയങ്കരമായ ദൈവപ്രവൃത്തിയോടുകൂടിയാ വരുന്നത്. ഈ ശബ്ദം ആർക്ക് കേൾക്കാൻ കഴിയും? ഒരുങ്ങി ആത്മാവിൽ പ്രാർത്ഥിച്ച് സ്വർഗീയമായിട്ടുള്ള രഹസ്യങ്ങളെ പ്രാപിക്കാൻ ആരാഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് വേണ്ടിയാ ദൈവം ഇതൊരുക്കിയിരിക്കുന്നത്. ഭൂമിയിലുള്ള കുറെ ഭൗതികമായ അനുഗ്രഹം കിട്ടി, സൗഖ്യം കിട്ടി, വിടുതൽ കിട്ടി, അനുഗ്രഹം കിട്ടി, സ്വർഗം കിട്ടാതെ പോകരുത്. ഇതൊക്കെ ദൈവം തരുന്ന ദൈവം എന്തിനു വേണ്ടിയാ? സ്വർഗം നമുക്ക് വേണ്ടി ഇതിനേക്കാൾ വലുത് സ്വർഗത്തിൽ നിങ്ങൾക്ക് വെച്ചിട്ടുണ്ട്. ഭൂമിയിൽ എനിക്ക് തരാൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വേണ്ടതെല്ലാം തരാൻ കഴിയുന്ന അതേ ദൈവം നിങ്ങൾക്ക് സ്വർഗത്തിൽ സ്വർഗീയ അനുഭവം അനുഭവിക്കാൻ വേണ്ടിയാണ് വച്ചിരിക്കുന്നത്. സ്വർഗത്തിലുള്ള സകല ആത്മീയ അനുഗ്രഹങ്ങളാലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന കർത്താവ് നമ്മോട് പറഞ്ഞത്. നമ്മൾ ഈ ഭൂമിയിലുള്ളതിലേക്ക് നമ്മൾ ഒത്തിരി അസ്വസ്ഥരായും വ്യാപൃതരായും പോകുന്നതിനേക്കാൾ കൂടുതൽ കർത്താവ് നിക്കോദേമോസ് എന്ന മനുഷ്യനോട്, യഹൂദ പ്രമാണിയായിരുന്നു, ന്യായപ്രമാണം നന്നായി അറിയാവുന്നവൻ, യേശുവിന്റെ പ്രവൃത്തിയും പ്രവർത്തനങ്ങളും കണ്ടപ്പോൾ യേശുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞത്, റബി, അങ്ങ് സ്വർഗത്തിൽ നിന്നുള്ള ഗുരുവാകുന്നു, അല്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് വരാതെ സ്വർഗീയ കാര്യങ്ങൾ അറിയാതെ
ഇതൊന്നും ചെയ്യുകയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ യേശു അവനോട് പറഞ്ഞത്, നിക്കോദേമോസേ, നീ വീണ്ടും ജനിക്കണം. നിന്റെ ഈ പരിപാടി ഒന്നും കൊണ്ട് നീ സ്വർഗത്തിലെത്തിയല്ല. നിന്റെ ഈ പ്രാർത്ഥനയും നീ കേട്ടതും നീ അറിഞ്ഞതും കൊണ്ട് നീ കർത്താവിന്റെ അടുക്കലേക്ക് കടന്നു പോവുകയല്ല. വേദപണ്ഡിതനായ മനുഷ്യനോടാ കർത്താവ് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. എങ്ങനെ ജനിക്കണം? അവൻ ചോദിക്കുകയാണ്, ഒരമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കാൻ പറ്റുമോ? യേശു പറഞ്ഞു, വേണ്ട. ജലത്താലും ആത്മാവിനാലും നീ ജനിക്കുന്നില്ലെങ്കിൽ നമുക്ക് സ്വർഗരാജ്യം കാണാൻ കഴിയില്ല. ഇന്ന് സ്വർഗരാജ്യം കാണണമെന്ന ആഗ്രഹമുള്ളവർ ദൈവവചനപ്രകാരം, ദൈവവചനം അനുസരിച്ച്, ദൈവവചനത്തെ പ്രതി ജലത്താലും ആത്മാവിനാലും ജനിച്ച് ക്രിസ്തുയേശുവിന്റെ കൂടെ ജീവിക്കാൻ തയ്യാറായെങ്കിൽ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് നിശ്ചിത ഉറപ്പാ, സ്വർഗരാജ്യം ഉറപ്പാ, കർത്താവിനോട് കൂടെയുള്ള ജീവിതം ഉറപ്പാ. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. ഭൂമിയിൽ അല്പകാലമേ ഉള്ളൂ. ഈ അല്പകാലം നമുക്ക് ഭയങ്കരമായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചാൽ ധനവാനായ മനുഷ്യൻ ജീവിച്ചതുപോലെ മരിച്ചതുപോലെ യാതനാ സ്ഥലത്തേക്ക് തള്ളപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് പറയുന്നത്. ലാസർ വലിയ ക്ലേശങ്ങളിലും വേദനയിലും ജീവിച്ചു. അവൻ അബ്രാഹാമിന്റെ മടിയിലെത്തി. നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്നുവെങ്കിൽ നമുക്ക് നിശ്ചിത ഉറപ്പാകും. കർത്താവ് നമ്മളെ ബലപ്പെടുത്തും. ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ. കർത്താവേ, നിന്റെ വചനം എന്റെ അകത്ത് തീ പോലെ ഇറങ്ങണം. അഭിഷേകത്തിന്റെ ശക്തി വെളിപ്പെടണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ.